എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 67, 68 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ധാരാളമായിട്ട് കവി ഈ സർഗത്തിൽ ഉപജാതിവൃത്തം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഉഗ്രസേന മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് എല്ലാ രാജാക്കന്മാരുടെ കൂടെ ചമ്രമടിഞ്ഞ് നിലത്തിരുന്ന് കഥകളും വർത്തമാനങ്ങളൊക്കെ കേട്ടു. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും വീരകൃത്യങ്ങളൊക്കെ കൂടെ വന്നിരുന്ന സാരഥി എല്ലാവരോടും പറഞ്ഞു കൊടുത്തു എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇനി എന്തൊക്കെയാണ് അടുത്ത നടപടികൾ എന്നുള്ളതാണ് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 67ാമത്തെ ശ്ലോകം നോക്കാം. ഉപേയുഷാ വിസ്മയമംബുജാക്ഷ സംഭാവിതോ ഭൂപതിമണ്ഡലേന ക്ഷണം നിഷദ്യോജ്ജിതരാജലോക സ്നാനാദികർമ്മപ്രവണോ ബഭൂവ. സാധാരണയായിട്ട് യാത്രയൊക്കെ കഴിഞ്ഞു വന്നാൽ കുളിക്കാറൊക്കെ ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇവിടെ പറയണത്. വന്ന ഓടുമ്പോൾ തന്നെ ആദ്യം മുത്തശ്ശനെ കണ്ട് വന്ദിച്ച് അവരുടെ കൂടെയൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കുളിക്കാനൊക്കെ പോണത്. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഉപേയുഷ വിസ്മയം അംബുജാക്ഷ സംഭാവിത ഭൂപതിമണ്ഡലേന ക്ഷണം നിഷദ്യ ഉജ്ജിതരാജലോക സ്നാനാദികർമ്മപ്രവണ ബഭൂവ. ഇനി മറ്റ് രാജാക്കന്മാർ ശ്രീകൃഷ്ണനെ നോക്കിക്കാണുന്നതാണ് ആദ്യമായിട്ട് വർണ്ണിക്കുന്നത്. എല്ലാവരും കേൾക്കെ സാരഥിയാണല്ലോ കഥകളൊക്കെ പറഞ്ഞത്. അത് കേട്ടിട്ട് വിസ്മയം ഉപേയുഷ ഭൂപതിമണ്ഡലേന സംഭാവിത അംബുജാക്ഷ. വിസ്മയം ഉപേയുഷ, അത്ഭുതം വന്ന് നിറഞ്ഞവരായ ഈ ശ്രീകൃഷ്ണൻ്റെ ചരിതങ്ങൾ കേട്ടിട്ട്, അതായത് സാന്ദീപനിയുടെ അടുത്ത് പോയി അവിടെ ചെന്ന് പഠിച്ചത് വളരെ വേഗം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടി പോയ കാര്യങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുകയാണ് ശ്രീകൃഷ്ണനെ അവിടെ ഉണ്ടായിരുന്ന സാമന്ത രാജാക്കന്മാരൊക്കെ. അതാണ് ഭൂപതി മണ്ഡലേന, രാജാക്കന്മാരുടെ സമൂഹത്താൽ സംഭാവിത, ആരാധനയോടുകൂടി നോക്കപ്പെട്ടവനായ അംബുജാക്ഷൻ. ക്ഷണം നിഷദ്യ, ക്ഷണം എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക്, നിഷദ്യ അവരുടെ കൂട്ടത്തിലൊക്കെ തന്നെ ഇരുന്നിട്ട്, അതായത് അവരോടൊപ്പം കുറച്ച് നേരം ഇരുന്ന് സമയം കളഞ്ഞിട്ട്. പെട്ടെന്ന് അത് കേൾക്കുമ്പോഴേക്കും അത്ഭുതമോ അല്ലെങ്കിൽ ഒരു ആഹ്ലാദമോ ഒന്നും കാണിച്ചില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിൽ കുറച്ചു നേരം കൂടി അവരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്നിട്ട് അതിനുശേഷം സ്നാനാദികർമ്മപ്രവണ ബഭൂവ, സ്നാനം മുതലായ കാര്യങ്ങളിൽ തൽപരനായിട്ട്, അതായത് കുളിക്കാനൊക്കെ ആയിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി എന്നർത്ഥം. അംബുജാക്ഷൻ എന്ന് പറഞ്ഞാൽ താമര പോലെ കണ്ണുകളുള്ളവൻ, താമരക്കണ്ണൻ, അതായത് അവിടെ ഉപമാലങ്കാരാണ്. എല്ലാവരോടും കൂടി സമയം ചെലവഴിച്ചിട്ട് എല്ലാവരോടും ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ അത്രയും ദിവസം കാണാതിരുന്നതിൻ്റെ ആ ഒരു അടുപ്പം കാണിച്ചിട്ട് ബഹുമാനവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ ആ ഒരു സഭ പിന്നെ അവിടെ നിന്ന് പിരിഞ്ഞു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇത് സാധാരണയായിട്ട് നടന്നൊരു സംഭവം പോലെ തന്നെ കണ്ണുകൊണ്ട് കണ്ട പോലെയാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 68ാമത്തെ ശ്ലോകം നോക്കൂ. തേജസ്വിഭി കംസനിരോധമുക്തൈഃ നിഷേവ്യമാണോ യദുവംശവീരൈഃ സരാജ്യകാര്യാണി വിചാര്യ കുർവൻ നിനായ ശൗര്യഃ കതിചിദ്ദിനാനി. നമുക്ക് പദച്ഛേദം പറയാം. തേജസ്വിഭി കംസനിരോധമുക്തൈഃ നിഷേവ്യമാണഃ യദുവംശവീരൈഃ സ രാജ്യകാര്യാണി വിചാര്യ കുർവൻ നിനായ ശൗരി കതിചിത് ദിനാനി. എന്താണ് ചെയ്തത്? അപ്പോൾ അന്നത്തെ ആ ഒരു കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കവി ചെയ്തത്. ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ പോയി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് എല്ലാം പഠിച്ചെടുത്തു. ഗുരുവിനുള്ള ദക്ഷിണയും കൊടുത്തിട്ട് തിരിച്ച് മധുരാപുരിയിലേക്ക് വന്ന് മുത്തശ്ശനോട് കൂടി ഇരുന്ന് മറ്റുള്ളവരെയൊക്കെ വേണ്ടതുപോലെയൊക്കെ ബഹുമാനിച്ചതിന് ശേഷം അവരവരുടെ കാര്യങ്ങളിലേക്ക് ഇനി പുറപ്പെടുകയാണ്, അതായത് രാജ്യകാര്യങ്ങളിലേക്ക്. അതെങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ്. ഒറ്റയ്ക്കല്ല, ബലരാമനുണ്ട്. അതുപോലെ തന്നെ ബലരാമനും ശ്രീകൃഷ്ണനും മാത്രമല്ല, അവിടെ പിന്നെയും കഴിവുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള ആൺകുട്ടികളുണ്ടായിരുന്നു. അതാരാണെന്ന് പറയുകയാണ്. തേജസ്വിഭി
കംസനിരോധമുക്തൈഹി യദുവംശവീരൈഹി. തേജസ്വികളായ നല്ല മിടുക്കന്മാരായിട്ടുള്ള, തേജസ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ മാത്രമുള്ളതല്ല, മനസ്സിനും ബുദ്ധിക്കുമൊക്കെ നല്ല തെളിച്ചമുള്ളവരായ കഴിവുറ്റവരായിട്ടുള്ള യദുവംശവീരന്മാർ, ശ്രീകൃഷ്ണൻ്റെ തന്നെ ബന്ധുക്കൾ, വല്യച്ഛൻ്റെയോ ചെറിയച്ഛൻ്റെയോ ഒക്കെ മക്കൾ, അല്ലെങ്കിൽ അച്ഛൻ വഴിക്ക് അമ്മ വഴിക്കൊക്കെ ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ തന്നെ കംസൻ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? അതാണ് പറയണത്. കംസനിരോധമുക്തൈഹി. കംസൻ അവരെയൊക്കെ നിരോധിച്ചു വച്ചിരിക്കുകയായിരുന്നു. നിരോധിച്ചു വയ്ക്കുക എന്നുള്ളത് കൊണ്ട് തടവിൽ പാർപ്പിക്കുക, അവരെയൊക്കെ വീട്ടുതടങ്കലിലിടുക, അല്ലെങ്കിൽ കാരാഗൃഹത്തിലിടുക, അവരോടൊന്നും അടുത്തേക്ക് വരരുത്, കൊട്ടാരത്തിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയൊക്കെയായിരുന്നു. നല്ല കഴിവുള്ള കുമാരന്മാരാണ്, ശ്രീകൃഷ്ണനോടൊപ്പമോ ബലരാമനോടൊപ്പമോ ഒക്കെ കഴിവുള്ളവരാണ്. പക്ഷേ അവരൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്താൽ ജനങ്ങൾ മുഴുവനും അവരുടെ പക്ഷത്തായി പോകുമോ എന്ന് പേടിച്ചിട്ട് കംസൻ അവരെയൊക്കെ മാറ്റി നിർത്തിയൊക്കെയായിരുന്നു. പക്ഷേ കംസൻ്റെ മരണത്തോടു കൂടിയിട്ട് അവരെല്ലാവരും സ്വതന്ത്രരായി. അതാണ് കംസനിരോധമുക്തൈഹി. കംസൻ്റെ നിരോധത്തിൽ നിന്നും മുക്തന്മാരായ, കംസൻ്റെ മരണാനന്തരം അവരുടെ മേലുള്ളതായ ആവശ്യമില്ലാത്തതായ നിയന്ത്രണങ്ങൾ, അല്ലെങ്കിൽ കാരാഗൃഹത്തിലുള്ള പാർപ്പിക്കലെല്ലാം ഇല്ലാതെയായല്ലോ. അവരൊക്കെ വിമുക്തരായി, അവരൊക്കെ സ്വതന്ത്രരായി. അപ്പോൾ അങ്ങനെ സ്വതന്ത്രരായ യദുവംശവീരന്മാരാൽ അവരൊക്കെ എന്താ ചെയ്തത്? നിഷേവ്യമാണ സശൗരി. നിഷേവ്യമാണ എന്ന് പറഞ്ഞാൽ നിശേഷം സേവ്യമാന, അതായത് യാതൊരു തെറ്റിദ്ധാരണകളുമില്ലാതെ, യാതൊരു പരിഭവവുമില്ലാതെ, വകതിരിവോടുകൂടി വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സേവിക്കുന്നവർ. അതാണ് ഇവിടെ നിഷേവ്യമാന എന്ന് പറഞ്ഞത്. ഈ യദുവംശവീരന്മാരുടെയൊക്കെ കാരാഗൃഹവാസം ഇല്ലാതെയായത് കംസൻ്റെ വധത്തോട് കൂടിയിട്ടാണല്ലോ. കംസനെ വധിച്ചതാരാ? ശ്രീകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കുമാരന്മാർക്കൊക്കെ എപ്പോഴും ശ്രീകൃഷ്ണനോടൊരു കടപ്പാടുണ്ട്. അപ്പോൾ ആ കടപ്പാടോട് കൂടിയിട്ട്, സ്നേഹത്തോടു കൂടിയിട്ട്, ബഹുമാനത്തോടു കൂടിയിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടേയിരുന്നു ഈ യദുവംശത്തിലെ കുമാരന്മാർ. ആ യദുവംശകുമാരന്മാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട്, അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബുദ്ധിയിൽ പെടാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഈ ജനങ്ങളെ മനസ്സിലാക്കിക്കുന്നതിന്, അല്ലെങ്കിൽ ജനങ്ങളുടെ നേതാവാണ് എന്നുള്ള വരുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് താൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലതൊക്കെ മറന്നു പോണതായിട്ടും ഭഗവാൻ കാണിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുകയും വേണ്ടതുപോലെ ചെയ്യിക്കുകയൊക്കെ ചെയ്യണത് ഈ കുമാരന്മാരായിരുന്നു. അങ്ങനെ ഈ കുമാരന്മാരാൽ വേണ്ടതുപോലെ സേവിക്കപ്പെട്ടുകൊണ്ട് ആ ശൗരി ഉണ്ടല്ലോ ശ്രീകൃഷ്ണൻ, രാജ്യകാര്യാണി വിചാര്യ, രാജ്യകാര്യങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട്, വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതിനെ സ്വീകരിക്കുക, ചീത്തയെ ഒക്കെ തള്ളിക്കളയുക, മറ്റുള്ളവർ പറയുന്നതിൽ എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട്, സൗകര്യത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടും, അതാണ് രാജ്യകാര്യാണി വിചാര്യ കുർവൻ, നല്ലവണ്ണം ആലോചിച്ച് ചെയ്തുകൊണ്ട്, കതിജിത് ദിനാനി നിനായ, കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. അതായത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് വേറെ ഒരു പ്രത്യേകിച്ചൊരു പരിപാടിയും ചെയ്തില്ല, ഒന്നിലും പോയി ഇടപെട്ടില്ല. രാജ്യം എങ്ങനെ ഭരിക്കാമെന്നുള്ളത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട്, സുഹൃത്തുക്കളുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട്, അങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കാൻ, രാജാക്കന്മാരെ നായകന്മാരതാണല്ലോ ചെയ്യേണ്ടത്, അവരെ കയ്യിലെടുക്കാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. വേഗം ഏതൊരു പ്രവൃത്തിയായാലും വേഗത്തിലെടുത്തു ചാടി സാഹസം ചെയ്താൽ ഒന്നും നേരെയാവില്ല എന്ന് മഹാകവി ഭാരവി പറഞ്ഞിട്ടുണ്ട്. സഹസാ വിദധീതനക്രിയാം അവിവേക പരമാപദാം പദം എന്ന്. പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അതാണ് രാജ്യത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നത്. അവിവേകമാണ് ലോകത്തെ നശിപ്പിക്കുന്നത്. ഒരു രാജാവ് എടുത്തു ചാടി ചെയ്യുന്നതായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അശ്രദ്ധ കൊണ്ടെടുക്കുന്നതായ ചില തീരുമാനങ്ങൾ കൊണ്ടാണ് രാജ്യം ചിലപ്പോൾ നശിച്ചു പോകുന്നത്. വേഗം തീരുമാനം എടുക്കുകയാണ് കേമത്തം എന്നുള്ളത് കരുതരുത്. ഒരു രാജാവും അല്ലെങ്കിൽ ഒരു നായകനും ഒരു ജനനേതാവും പെട്ടെന്ന് തീരുമാനങ്ങളെടുത്ത് നടപ്പിൽ വരുത്തരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവാനും പതുക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയത്. ആലോചിച്ചുറപ്പിച്ച് സുഹൃത്തുക്കളുമായിട്ട്, കാര്യവിവരമുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത്, അങ്ങനെയാണ് പോംവഴികൾ, പ്രശ്നങ്ങൾക്കൊക്കെ പോംവഴികൾ കണ്ടെത്തി, അങ്ങനെയാണ് രാജഭരണം മുമ്പാക്കം കൊണ്ടുപോയത് എന്ന്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കാര്യഗൗരവത്തോടു കൂടി കഴിച്ചുകൂട്ടി.
പലതും ആലോചിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം നടത്തണമെന്ന് ആലോചിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉപേയുഷാ വിസ്മയമംബുജാക്ഷഃ സംഭാവിതോ ഭൂപതിമണ്ഡലേന ക്ഷണം നിഷദ്യോജ്ജിതരാജലോകഃ സ്നാനാദികർമ്മപ്രവണോ ബഭൂവ. തേജസ്വിഭിः കംസനിരോധമുക്തൈः നിഷേവ്യമാണോ യദുവംശവീരൈः സ രാജ്യകാര്യാണി വിചാര്യ കുർവൻ നിനായ ശൗരിഃ കതിചിദ്ദിനാനി. ഭഗവാന്റെ രാജ്യതന്ത്രജ്ഞതയാണ് ഇവിടെ വെളിപ്പെടുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.